പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം ഗായക സംഘം ആലപിക്കുന്നു. വത്തിക്കാനിലെ മാർപ്പാപ്പയുടെ അംഗരക്ഷകരൊക്കെയാണ് ഈ മൃതശരീരം വഹിച്ചുകൊണ്ട് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ഉള്ളിലേക്ക് പോവുക. ലോക നേതാക്കന്മാർ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ഇടതുവശത്തായിട്ട് ധാരാളം പേര് അവിടെ വന്നിട്ടുണ്ട്. മാർപ്പാപ്പയ്ക്ക് അവസാന അന്തിമോപചാരം അർപ്പിക്കാനായിട്ട് എത്തിച്ചേർന്ന ലോക നേതാക്കന്മാരും മാർപ്പാപ്പയ്ക്ക് കരഘോഷങ്ങളോടെ മാർപ്പാപ്പയെ സ്വർഗത്തിലേക്ക് യാത്രയാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഓറിയൻ്റൽ സഭകളുടെ തലവന്മാരും കൂടെ കർദിനാൾമാരോട് ചേർന്ന് ബസിലിക്കയുടെ അകത്തേക്ക് പ്രവേശിക്കുന്നു. വിവിധ മാർപ്പാപ്പയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള വിവിധ പോസ്റ്ററുകളൊക്കെ ഉയർത്തിപ്പിടിച്ച് ജനങ്ങൾ മാർപ്പാപ്പയോടുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നു. മാർപ്പാപ്പയുടെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ട് വത്തിക്കാനിലെ ഉദ്യോഗസ്ഥർ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അകത്തേക്ക് പോകുന്നു. എത്രയും അടുക്കും ചിട്ടയോടും കൂടിയിട്ടാണ് അവിടുത്തെ തിരുക്കർമ്മങ്ങൾ നടന്നതെന്ന് നമ്മൾ കണ്ടു. ഒരുപാട് പേരുടെ പ്രയത്നം അതിൻ്റെ പുറകിലുണ്ട്. ഏറ്റവും ഭംഗിയായിട്ട് മാർപ്പാപ്പയുടെ ശവസംസ്കാര ശുശ്രൂഷകൾ വത്തിക്കാനിൽ നടത്തപ്പെടുന്നു. സ്പാനിഷ് ഭാഷയിൽ മാർപ്പാപ്പയ്ക്ക് യാത്രാ മംഗളങ്ങൾ എഴുതിയ വലിയ പോസ്റ്ററുകളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. സഭയുടെ വലിയ ഇടയൻ നമ്മെ ഇവിടെ വാങ്ങുന്നു. ഈ ഭൂമിയിൽ തന്നെ ബലമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് നിർവഹിച്ചുകൊണ്ട് സമാധാനത്തിൻ്റെ ഒരു ലോകത്തേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ യാത്രയാകുന്നു. കഴിഞ്ഞ നിരവധി വർഷക്കാലം ഈ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലെ പ്രധാന അൾത്താരയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചും ഓഡിയൻസുകളിൽ ജനങ്ങളുമായിട്ട് സംവദിച്ചും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞും എപ്പോഴും ജനങ്ങളെ ആശീർവദിച്ചുമൊക്കെ ദീർഘകാലം സഭയുടെ തലവനായിട്ടിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയെ അവസാനമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ലോകം വിടചൊല്ലുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. രാഷ്ട്രതലവന്മാരും കൂടെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അകത്തേക്ക് പോകുന്നു. ദീർഘകാലം ഈ സെൻറ്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ അനേകായിരങ്ങൾക്ക് ആശീർവാദം നൽകിയും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും അവരെ ഉപദേശിച്ചുമൊക്കെ ഈ സഭയുടെ വലിയ ഇടയൻ ഇന്ന് നമ്മെ വിടവാങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അവസാന അന്തിമകർമ്മങ്ങൾക്കായിട്ട് മരിയ മജോറെ ബസിലിക്കയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരുങ്ങുകയാണ്. നമുക്കും പ്രാർത്ഥിക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കരുതേ എന്ന്
ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തന്നെ വാക്കുകളിൽ നമുക്കും പ്രാർത്ഥിക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ എപ്പോഴും അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്, നോൺ ദിമന്തിക്കാത്തെ ദി പ്രകാരെ പെർമേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരിക്കലും മറക്കരുത്. നമുക്കും ഫ്രാൻസിസ് മാർപ്പാപ്പയോട് പറയാം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരിക്കലും മറക്കരുതേ എന്ന്. സ്വർഗത്തിലിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരിക്കലും മറക്കരുതേ എന്ന് നമുക്കും ഫ്രാൻസിസ് മാർപ്പാപ്പയോട് പറയാം. ആരംഭത്തിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് കൊണ്ടുവന്നതുപോലെ കർദിനാൾമാർ രണ്ട് വരിയായിട്ട് രണ്ട് വശങ്ങളിൽ നിന്നുകൊണ്ട് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ഉള്ളിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുക. ആരംഭത്തിൽ എങ്ങനെ വന്നുവോ അതുപോലെ തന്നെ പള്ളിയുടെ അകത്തേക്ക് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം കൊണ്ടുപോകുന്നു. കർദിനാൾമാർ രണ്ട് വശങ്ങളിലായിട്ട് നിന്ന് മാർപ്പാപ്പയ്ക്ക് അന്തിമ ഉപചാരം അർപ്പിക്കുന്നു. പത്രോസിൻ്റെ സിംഹാസനം അത് നേരെ നമ്മുടെ മുൻപിൽ കാണുന്ന പത്രോസിൻ്റെ അൾത്താരയുടെ നേരെ താഴെയാണ് പത്രോസിൻ്റെ ഖബറിടം സ്ഥിതി ചെയ്യുന്നത്. പത്രോസാകുന്ന പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയും എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാക്കുകൾ അന്വർത്ഥമാക്കിക്കൊണ്ടാണ് ഈ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ പ്രധാന അൾത്താര പണിതിരിക്കുന്നത്. അതിൻ്റെ നേരെ താഴെയാണ് പത്രോസിൻ്റെ ഖബറിടം. ആ ഖബറിടത്തിൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കൊണ്ടുപോകുന്നത്. ന്യായമായിട്ടും പത്രോസിൻ്റെ ഏറ്റവും അടുത്താണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ സംസ്കരിക്കേണ്ടിയിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രത്യേക ആഗ്രഹപ്രകാരം സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ താഴെയുള്ള അടിപ്പള്ളിയിലല്ലാതെ മരിയ മജോറെ മാതാവിൻ്റെ നാമധേയത്തിലുള്ള പള്ളിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. സാധാരണഗതിയിൽ മാർപ്പാപ്പന്മാർ മരിച്ചാൽ ഈ പ്രധാന അൾത്താരയുടെ തൊട്ട് താഴെയുള്ള അടിപ്പള്ളിയിൽ പത്രോസിൻ്റെ ഖബറിടത്തിൻ്റെ ോട് ചേർന്നാണ് മാർപ്പാപ്പന്മാരെ സാധാരണഗതിയിൽ അടക്കാറുള്ളത്. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ മാർപ്പാപ്പയുടെ മൃതശരീരം സെൻറ്റ് മേരി മേജർ ബസിലിക്കയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രതലവന്മാരൊക്കെ മാർപ്പാപ്പയുടെ ഭൗതിക ശരീരത്തെ അനുഗമിക്കുന്ന കാഴ്ച നമ്മൾ ഈ സമയത്ത് കാണുന്നുണ്ട്. പ്രധാനപ്പെട്ട ലോക നേതാക്കന്മാരൊക്കെ മാർപ്പാപ്പയുടെ മൃതദേഹത്തെ അനുഗമിക്കുന്നു. വത്തിക്കാൻ ബസിലിക്കയുടെ സൈഡിലുള്ള വാതിലിലൂടെ അത് മൃതശരീരം പുറത്തേക്ക് കൊണ്ടുപോകും എന്നാണ് നമ്മൾ കരുതുന്നത്. വത്തിക്കാനിലെ പള്ളിമണികൾ ഒരു പ്രത്യേക സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലെ പള്ളിമണികൾ പ്രത്യേക താളത്തിൽ അടിക്കുന്നു. സാധാരണഗതിയിൽ മാർപ്പാപ്പമാർ മരിക്കുമ്പോൾ അടിക്കുന്ന ഒരു പ്രത്യേക താളമുണ്ട് പള്ളിമണികൾക്ക്. ആ താളത്തിലാണ് പള്ളിമണികൾ അവിടെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത്.